ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? A 45, B 35, C 30. ഉത്തരം 35. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? A 4, B 5, C 6. ഉത്തരം 4. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ്? എ അതിഥിക്കും ആതിഥേയനും ഉപദേശം, ബി വിരുന്നിന്റെ ഉപമ, സി മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു. ഉത്തരം മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു. യേശു ഏത് ദിവസമാണ് പരിസയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയത്? എ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്ന ദിവസം, ബി സാബത്ത് ദിവസം, സി ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തിനു മുൻപ്. ഉത്തരം സാബത്ത് ദിവസം. ഒരു സാബത്ത് ദിവസം യേശു പരിസയ പ്രമാണിയുടെ വീട്ടിൽ എന്തിനാണ് പോയത്? എ രോഗിയെ സുഖപ്പെടുത്താൻ, ബി ഭക്ഷണത്തിന്, സി പരിസയ പ്രമാണിയെ സന്ദർശിക്കാൻ. ഉത്തരം ഭക്ഷണത്തിന്. ഒരു സാബത്തിൽ അവൻ പരിസയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ അവർ അവനെ എന്തു ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു? എ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, ബി വീക്ഷിച്ചുകൊണ്ടിരുന്നു, സി നോക്കിക്കൊണ്ടിരുന്നു. ഉത്തരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പരിസയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ അവിടെ ഏത് രോഗിയാണ് ഉണ്ടായിരുന്നത്? എ കുഷ്ഠരോഗി, ബി കൈശോഷിച്ച രോഗി, സി മഹോദര രോഗി. ഉത്തരം മഹോദര രോഗി. ലൂക്ക 14:3 യേശു നിയമജ്ഞരോടും പരിസയരോടുമായി ചോദിച്ചത് എന്താണ്? എ സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമോ, ബി സാബത്തിൽ തന്റെ പുത്രനെയോ കാളയോ രക്ഷിക്കുന്നത് അനുവദനീയമോ, സി സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ. ഉത്തരം സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന ചോദ്യത്തിന് നിയമജ്ഞരുടെയും പരിസയരുടെയും മനോഭാവം എന്തായിരുന്നു? എ പ്രതികരിച്ചു, ബി നിശബ്ദരായിരുന്നു, സി പിറുപിറുത്തു. ഉത്തരം നിശബ്ദരായിരുന്നു. സാബത്തിൽ ആരു കിണറ്റിൽ വീണാലാണ് ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ടെന്ന് യേശു ചോദിക്കുക? എ പുത്രനോ കാളയോ, ബി പുത്രനോ പുത്രിയോ, സി പുത്രനോ കഴുതയോ. ഉത്തരം പുത്രനോ കാളയോ. സാബത്തിൽ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിയമജ്ഞർക്കും പരിസയർക്കും സാബത്തുമായി ബന്ധപ്പെട്ട എത്രാമത്തെ ചോദ്യത്തിനാണ് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത്? എ ഒന്നാമത്തെ, ബി രണ്ടാമത്തെ, സി നാലാമത്തെ. ഉത്തരം രണ്ടാമത്തെ. ക്ഷണിക്കപ്പെട്ടവർ ഏത് സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് യേശു കണ്ടത്? എ അവസാന സ്ഥാനം, ബി മധ്യത്തിലുള്ള സ്ഥാനം, സി പ്രമുഖ സ്ഥാനം. ഉത്തരം പ്രമുഖ സ്ഥാനം. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു അവരോട് എന്താണ് പറഞ്ഞത്? എ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു, ബി ഒരു ഉപമ പറഞ്ഞു, സി ഉപദേശിച്ചു. ഉത്തരം ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ ഏത് സ്ഥാനത്ത് കയറി ഇരിക്കരുതെന്നാണ് യേശു പറയുന്നത്?
എ പ്രമുഖ സ്ഥാനത്ത്, ബി മുഖ്യസ്ഥാനത്ത്, സി അവസാന സ്ഥാനത്ത്. ഉത്തരം പ്രമുഖ സ്ഥാനത്ത്. കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ പ്രമുഖ സ്ഥാനത്ത് നാം കയറിയിരിക്കരുതെന്ന് യേശു ഉപദേശിക്കുന്നത് എന്നതിനാലാണ്. എ നമ്മേക്കാൾ ബഹുമാന്യനായ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം എന്നതിനാൽ, ബി നമ്മേക്കാൾ മാന്യനായ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം എന്നതിനാൽ, സി നമ്മേക്കാൾ അർഹനായ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം എന്നതിനാൽ. ഉത്തരം നമ്മേക്കാൾ ബഹുമാന്യനായ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം എന്നതിനാൽ. അതിഥിക്കും ആതിഥേയനും ഉപദേശം നൽകുന്ന ഉപമയിൽ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടാൽ എവിടെയായിരിക്കണം എന്നാണ് യേശു പറയുന്നത്. എ മുൻപിലത്തെ സ്ഥാനത്ത്, ബി അവസാനത്തെ സ്ഥാനത്ത്, സി പ്രമുഖ സ്ഥാനത്ത്. ഉത്തരം അവസാനത്തെ സ്ഥാനത്ത്. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ഡാഷ് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. എ നാണം കെട്ട്, ബി ലജ്ജിച്ച്, സി സങ്കടത്തോടെ. ഉത്തരം ലജ്ജിച്ച്. നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ ഇരിക്കണമെന്നാണ് യേശു പറയുന്നത്. എ മുമ്പിലത്തെ സ്ഥാനത്ത് പോയിരിക്കുക, ബി പ്രമുഖ സ്ഥാനത്തിരിക്കുക, സി അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ഉത്തരം അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാന സ്ഥാനത്തിരുന്നാൽ ആതിഥേയൻ എപ്രകാരം സംബോധന ചെയ്തുകൊണ്ടായിരിക്കും മുൻപോട്ട് കയറിയിരിക്കാൻ ആവശ്യപ്പെടുക? എ സ്നേഹിത, ബി പ്രിയപ്പെട്ടവനെ, സി സഹോദര. ഉത്തരം സ്നേഹിത. ആതിഥേയന്റെ ആവശ്യപ്രകാരം മുമ്പോട്ട് കയറി വന്നാൽ അവന് സകലരുടെ മുൻപാകെ എന്തുണ്ടാകും എന്നാണ് പറയുന്നത്. എ ഉയർച്ചയുണ്ടാകും, ബി മഹത്വമുണ്ടാകും, സി അംഗീകാരമുണ്ടാകും. ഉത്തരം മഹത്വമുണ്ടാകും. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അധ്യായവും വാക്യവും ഏതെന്ന് പറയുക. എ ലൂക്ക 14:12, ബി ലൂക്ക 14:13, സി ലൂക്ക 14:11. ഉത്തരം ലൂക്ക 14:11. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. യേശു ആരോടാണ് ഇത് പറയുന്നത്? എ തൻ്റെ സ്നേഹിതരോട്, ബി തൻ്റെ ശിഷ്യരോട്, സി തന്നെ ക്ഷണിച്ചവനോട്. ഉത്തരം തന്നെ ക്ഷണിച്ചവനോട്. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുതെന്ന് യേശു പറയുന്നത് എന്തുകൊണ്ടാണ്? എ അവർ നിനക്ക് പ്രതിഫലം നൽകുമെന്നതിനാൽ, ബി അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യുമെന്നതിനാൽ, സി അവർ നിന്നെ മനസ്സിലാക്കില്ല എന്നതിനാൽ. ഉത്തരം അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നതിനാൽ. എന്നാൽ നീ സദ്യയോ അത്താഴവും നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കണമെന്നാണ് യേശുനാഥൻ പറയുന്നത്? എ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ, ബി സ്നേഹിതരെ, സഹോദരരെ, ബന്ധുക്കളെ, ധനികരായ അയൽക്കാരെ, സി തൻ്റെ കൂടെയുള്ളവരെ, സ്നേഹിതരെ. ഉത്തരം ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. എന്നാൽ നീ സത്യം നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ എങ്ങനെയുള്ളവനായിരിക്കുമെന്നാണ് യേശു പറയുന്നത്?
എ സന്തോഷമുള്ളവനായിരിക്കും, ബി ഭാഗ്യവാനായിരിക്കും, സി അനുഗ്രഹീതനായിരിക്കും. ഉത്തരം ഭാഗ്യവാനായിരിക്കും. നീ സത്യം നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കുന്നതോടൊപ്പം നിനക്ക് എപ്പോൾ പ്രതിഫലം ലഭിക്കുമെന്നാണ് യേശു ഉറപ്പ് നൽകുന്നത്. എ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ, ബി വിധി ദിനത്തിൽ, സി അവസാന ദിനത്തിൽ. ഉത്തരം നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-ാം ശീർഷകം ഏതാണ്? എ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു, ബി വിരുന്നിന്റെ ഉപമ, സി അതിഥിക്കും ആതിഥേയനും ഉപദേശം. ഉത്തരം അതിഥിക്കും ആതിഥേയനും ഉപദേശം. യേശുവിനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എ ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവനെ, ബി ദൈവരാജ്യ പ്രഘോഷണം നടത്തുന്നവനെ, സി ദൈവഹിതം നിറവേറ്റുന്നവനെ. ഉത്തരം ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവനെ. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എത്രാമത്തെ ശീർഷകമാണ് വിരുന്നിന്റെ ഉപമ? എ 1-ാമത്തെ, ബി 5-ാമത്തെ, സി 3-ാമത്തെ. ഉത്തരം 3-ാമത്തെ. വിരുന്നിന്റെ ഉപമയിൽ ഒരുവൻ വളരെയേറെ പേരെ ക്ഷണിച്ചത് എന്തൊരുക്കിയ ശേഷമാണ്? എ ഒരു വലിയ സമ്മേളനം, ബി ഒരു വലിയ സദ്യ, സി ഒരു വലിയ വിരുന്ന്. ഉത്തരം ഒരു വലിയ സദ്യ. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ആരെ അയച്ചാണ് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത്? എ വേലക്കാരനെ, ബി ദാസനെ, സി കൂടെയുള്ളവരെ. ഉത്തരം ദാസനെ. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത് എന്താണ്? എ വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു, ബി വരുവിൻ നമുക്ക് ഭക്ഷിച്ച് ആനന്ദിക്കാം, സി വരുവിൻ നമുക്ക് ഭക്ഷിച്ച് ആനന്ദിച്ച് ഉല്ലസിക്കാം. ഉത്തരം വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ വിവരമറിയിച്ചപ്പോൾ അവർ ഒന്നുപോലെ പറയാൻ തുടങ്ങിയത് എന്താണ്? എ അവർക്ക് വരുവാൻ കഴിയില്ല എന്ന്, ബി ഒഴിവ് കഴിവ്, സി വരുവാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. ഉത്തരം ഒഴികഴിവ്. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ വിവരമറിയിച്ചപ്പോൾ ഒന്നാമൻ പറഞ്ഞ ഒഴികഴിവ് എന്താണ്? എ 5 ജോഡി കാളയെ വാങ്ങി, ബി എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, സി ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഉത്തരം ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. വിരുന്നിന് എത്തിച്ചേരാൻ ഒഴിവുകഴിവ് പറയുന്ന രണ്ടാമൻ താൻ വാങ്ങിയതായി പറയുന്നത് എന്താണ്? എ വയൽ, ബി നിലം, സി 5 ജോഡി കാളകളെ. ഉത്തരം 5 ജോഡി കാളകളെ. വിരുന്നിന്റെ ഉപമയിൽ 5 ജോഡി കാളകളെ വാങ്ങിയ രണ്ടാമൻ വിരുന്നിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുന്നതിനുള്ള കാരണം എന്താണ്? എ തനിക്ക് വരുവാൻ പറ്റാത്തതുകൊണ്ട്, ബി തൻ്റെ കാളകളെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നതിനാൽ, സി തൻ്റെ കാളകൾക്ക് ആഹാരം കൊടുക്കുവാൻ പോകുന്നതിനാൽ. ഉത്തരം തൻ്റെ കാളകളെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നതിനാൽ. വിരുന്നിന്റെ ഉപമയിൽ മൂന്നാമതൊരുവൻ തനിക്ക് വിരുന്നിന് വരാൻ നിവൃത്തിയില്ല എന്നറിയിക്കുന്നത് എന്തുകൊണ്ടാണ്? എ തൻ്റെ കാളകളെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നതിനാൽ, ബി വയൽ വാങ്ങിച്ചതുകൊണ്ട്, സി വിവാഹം കഴിഞ്ഞതിനാൽ. ഉത്തരം വിവാഹം കഴിഞ്ഞതിനാൽ.
വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഓരോരുത്തരായി ഒഴികഴിവ് പറഞ്ഞ വിവരം ആരെയാണ് ധരിപ്പിച്ചത്? എ. ജനങ്ങൾ യജമാനനെ. ബി. ദാസൻ യജമാനനെ. സി. ഭൃത്യൻ യജമാനനെ. ഉത്തരം ദാസൻ യജമാനനെ. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഓരോരുത്തരായി ഒഴികഴിവ് പറഞ്ഞ വിവരം കേട്ട് കോപിച്ച ഗൃഹനാഥൻ ദാസനോട് വേഗം ചെല്ലാൻ പറയുന്നത് എവിടെയാണ്? എ. പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും. ബി. ഊടുവഴികളിലും പട്ടണത്തിന്റെ തെരുവുകളിലും വഴിയോരങ്ങളിലും. സി. പട്ടണത്തിന്റെ തെരുവുകളിലും അടുത്തുള്ള സ്ഥലങ്ങളിലും. ഉത്തരം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും. പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ആരെ കൂട്ടിക്കൊണ്ടുവരാനാണ് നിർദ്ദേശിക്കുക? എ. ദരിദ്രരെയും മുടന്തരെയും. ബി. ദരിദ്രരെയും മൂകരെയും. സി. ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും. ഉത്തരം ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും. വിരുന്നിന്റെ ഉപമയിൽ യജമാനൻ നിർദ്ദേശിച്ചതുപോലെ പ്രവർത്തിച്ച ദാസൻ തുടർന്ന് പറഞ്ഞത് എന്തെല്ലാമാണ്? എ. ഇനി സ്ഥലമില്ല. ബി. ഇനി ഇടമില്ല. സി. ഇനിയും സ്ഥലമുണ്ട്. ഉത്തരം ഇനിയും സ്ഥലമുണ്ട്. വിരുന്നിന്റെ ഉപമയിൽ അവസാനമായി യജമാനന്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ ദാസൻ നിർബന്ധിക്കേണ്ടത് എവിടെ ചെന്നാണ്? എ. പെരുവഴിയിലും ഇടവഴികളിലും. ബി. പെരുവഴിയിലും ഊടുവഴികളിലും. സി. പെരുവഴിയിലും തെരുവുകളിലും. ഉത്തരം പെരുവഴിയിലും ഇടവഴികളിലും. വിരുന്നിന്റെ ഉപമയിൽ ആര് തന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന മുന്നറിയിപ്പാണ് യേശു നൽകുക? എ. ക്ഷണിക്കപ്പെടാത്ത ഒരുവനും. ബി. ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും. സി. ക്ഷണം സ്വീകരിച്ചു വരാത്തവർ. ഉത്തരം ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശീർഷകം ഏതാണ്? എ. വിരുന്നിന്റെ ഉപമ. ബി. ശിഷ്യത്തിന്റെ വില. സി. അതിഥിക്കും ആതിഥേയനും ഉപദേശം. ഉത്തരം ശിഷ്യത്വത്തിന്റെ വില. ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ച് യേശു ആരോടാണ് പറഞ്ഞത്? എ. ശിഷ്യന്മാരോട്. ബി. ജനങ്ങളോട്. സി. നിയമജ്ഞരോട്. ഉത്തരം ജനങ്ങളോട്. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, മറിച്ച് എന്തിനെ തന്നെയും വെറുക്കാതെ യേശുവിന്റെ അടുത്ത് വരുന്ന ആർക്കും അവന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. എ. സ്വജീവനെ. ബി. സ്വന്തം ജോലിയെ. സി. സ്വന്തം ഭവനത്തെ. ഉത്തരം സ്വജീവനെ. യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ വേണ്ടി എന്തൊക്കെ ഉപേക്ഷിക്കണം? എ. സ്വന്തം കുടുംബത്തെ. ബി. സ്വന്തം ഭവനത്തെ. സി. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെയും. ഉത്തരം സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും സ്വജീവനെയും. എന്തു വഹിക്കുവാൻ സാധിക്കാത്തവർക്കാണ് യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്? എ. യേശുവിന്റെ കുരിശ്. ബി. സ്വന്തം കുരിശ്. സി. സ്വന്തം കഷ്ടപ്പാട്. ഉത്തരം സ്വന്തം കുരിശ്. സ്വന്തം കുരിശ് വഹിക്കാതെ യേശുവിന്റെ പിന്നാലെ പോകുന്നവന് കഴിയുകയില്ലെന്ന് യേശുനാഥൻ വ്യക്തമാക്കുന്നത് എന്താണ്? എ. യേശുവിന്റെ കൂടെ നടക്കുവാൻ. ബി. യേശുവിന്റെ മകൻ ആയിരിക്കുവാൻ. സി. യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ. ഉത്തരം യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ. എന്തു പണിയുവാൻ ഇച്ഛിക്കുമ്പോഴാണ് അത് പൂർത്തിയാക്കുവാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ടെന്ന് യേശു ചോദിക്കുന്നത്? എ. വീട്.
ബി ഗോപുരം, സി ഭവനം. ഉത്തരം ഗോപുരം. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് എപ്പോഴാണ് കണക്കുകൂട്ടി നോക്കാൻ പറയുന്നത്? എ അവസാനം, ബി മധ്യത്തിൽ, സി ആദ്യമേ. ഉത്തരം ആദ്യമേ. ഗോപുരത്തിന്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ പണിയുന്നവനെ ആക്ഷേപിക്കുന്നത് ആരായിരിക്കും? എ ജനങ്ങൾ, ബി കൂടെയുള്ളവർ, സി കാണുന്നവരെല്ലാം. ഉത്തരം കാണുന്നവരെല്ലാം. അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ എന്തു ചെയ്യും? എ ആക്ഷേപിക്കും, ബി പിറുപിറുക്കും, സി അവനെതിരെ സംസാരിക്കും. ഉത്തരം ആക്ഷേപിക്കും. ഗോപുരത്തിന്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാതെ വരുമ്പോൾ കാണുന്നവർ എന്താണ് പറയുന്നത്? എ ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ അത് പകുതിക്കിട്ടിരിക്കുന്നു. ബി ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സി ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കുവാൻ കഴിയുമോ എന്ന് അറിയില്ല. ഉത്തരം ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 20,000 ഭടന്മാരോട് കൂടെ തനിക്കെതിരെ വരുന്നവനെ എത്ര ഭടന്മാരെ കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആലോചിക്കാത്ത രാജാവുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത്. എ 10,000, ബി 20,000, സി 30,000. ഉത്തരം 10,000. 20,000 ഭടന്മാരോട് കൂടെ യുദ്ധത്തിന് വരുന്ന രാജാവിനെ 10,000 പേരെ കൊണ്ട് നേരിടാൻ സാധിക്കാത്ത രാജാവ് അവൻ ദൂരത്തായിരിക്കുമ്പോൾ ആരെ അയച്ചാണ് സമാധാനത്തിന് അപേക്ഷിക്കുക? എ തൻ്റെ ഭടന്മാരെ, ബി തൻ്റെ ദൂതന്മാരെ, സി തൻ്റെ സേവകരെ. ഉത്തരം തൻ്റെ ദൂതന്മാരെ. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ വേണ്ട ഗുണം എന്താണ്? എ തനിക്കുള്ളതെല്ലാം ത്യജിക്കുക, ബി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക, സി തനിക്കുള്ളതെല്ലാം വേണ്ട എന്ന് വയ്ക്കുക. ഉത്തരം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക. ഉപ്പ് ഉറകെട്ട് പോയാൽ അതെന്തിനൊക്കെയാണ് ഉപകരിക്കാതെ വരുന്നത്? എ മണ്ണിനോ ജലത്തിനോ, ബി മണ്ണിനോ വളത്തിനോ, സി മണ്ണിനോ വൃക്ഷത്തിനോ. ഉത്തരം മണ്ണിനോ വളത്തിനോ. ഉറകെട്ടു പോകുന്ന മണ്ണിനോ വളത്തിനോ ഉപകരിക്കുകയില്ലാത്ത ഉപ്പിനോട് ആളുകൾ പ്രവർത്തിക്കുന്നത് എന്തായിരിക്കും? എ പുറത്തെറിഞ്ഞു കളയുന്നു, ബി നശിപ്പിച്ചു കളയുന്നു, സി വലിച്ചെറിയപ്പെടുന്നു. ഉത്തരം പുറത്തെറിഞ്ഞു കളയുന്നു. ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചുള്ള ഉപമയിൽ യേശുനാഥൻ അവസാനമായി ഉച്ചരിക്കുന്ന വചനം ഏതാണ്? എ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ബി കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, സി കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കാതിരിക്കട്ടെ. ഉത്തരം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.